നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അമ്മതെവിടെ പോയി? കാണുന്നില്ലല്ലോ. ചാരു, കിണ്ണത്തപ്പം കൊള്ളാം. നീ ഇതൊക്കെ എവിടെന്നാ പഠിച്ചേ? അതൊക്കെയുണ്ട്, ഞാൻ പറയില്ല. മതി 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 മതി. 4 കഴിക്കുന്ന ഞാനിപ്പോ 6 ഒരെണ്ണം കൂടി കഴിക്കേ. വേണ്ട കാക്കോത്തി. ചാരു, കുഞ്ഞളിയനെ വെറുതെ തീറ്റിച്ച് കഷ്ടപ്പെടുത്തണ്ട. ഇങ്ങോട്ടിട്ടോ, ഇവിടെ എത്ര വേണമെങ്കിലും പൊക്കോളൂ. എന്നിട്ട് തിന്നുന്നൊന്നും കാണുന്നില്ലല്ലോ രമേശേട്ടാ. വയറ്റില് കൊക്കപ്പുഴോ കോഴിക്കുഞ്ഞോ കൊണ്ടോന്ന് ചെക്ക് ചെയ്തോ. ഫോൺ എടുക്കുന്നില്ലല്ലോ. അമ്മത് എവിടെ പോയി? കുഞ്ഞളിയാ നിർത്തിയോ? നിർത്തി. രമേശേട്ടാ നിർത്തണ്ട, കണ്ടിന്യൂ കണ്ടിന്യൂ. ഒരെണ്ണം കേട്ടോ. അമ്മത് എവിടെ പോയതാ? രാവിലെ മുതൽ ഞാൻ അന്വേഷിച്ചു നടക്കുവാ. കാര്യമുണ്ടടാ, നീ വാ. രാവിലെ തന്നെ ആരോടും പറയാതെ അമ്മ ഇത് എവിടെ പോയതാ? അമ്മ എവിടെ പോയതാന്ന്? എന്റെ മോൻ അരവിന്ദന്റെ ജാതകം നോക്കാൻ പോയതാ. അപ്പച്ചി ഇപ്പൊ എന്താ വല്യളിയന്റെ ജാതകം നോക്കാൻ കാരണം? വല്ല വിശേഷമുണ്ടോ? എന്താ രമേശ, ഒന്നും അറിയാത്ത പോലെ. പുന്നാര മോൻ ജയിലിലേക്ക് പോയി. ഈ വീട്ടിൽ നമുക്കെപ്പോഴാ സമാധാനം കിട്ടുക അറിയാൻ ജാതകം നോക്കിയതായിരിക്കും. എന്നിട്ട് ജോത്സ്യൻ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വല്ലതും നടക്കുവോ? മാഷ് പറഞ്ഞതുപോലെ നടക്കാനേ ആ ജോത്സ്യന് മാഷിന്റെ മാമനോ മച്ചാനോ ഒന്നും അല്ലല്ലോ, അല്ലേ? സ്വന്തം മോനെ പറ്റി അറം പറ്റുന്ന വാക്കുകൾ പറയാൻ എങ്ങനെ മനസ്സ് വരുന്നു മാഷെ? പിന്നെ അല്ലാതെ എങ്ങനെ പറയാനാ ഹേമേ? നിന്റെ ഉത്തമപുത്രന്റെ ജാതകം കണ്ട് ഇവൻ പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞോന്ന് ചോദിക്കാൻ പറ്റും? പ്രധാനമന്ത്രി ആയില്ലെങ്കിലും നല്ലൊരു ജീവിതത്തിന് യോഗമുണ്ട്, അത് അയാള് പറഞ്ഞു. പിന്നെ എന്റെ മോൻ എപ്പ ജയിലിലേക്ക് പോകുന്നു ചോദിച്ചില്ലേ? പോവും. എന്റെ മോൻ ജയിലിലേക്ക് പോവും. അതെ, സെല്ലിനകത്ത് കിടന്ന് കമ്പിയെണ്ണാനല്ല, നല്ലൊരു സ്ഥാനത്തിരുന്ന് കൊടി ഉയർത്താൻ വേണ്ടി എന്റെ മോൻ ജയിലിൽ പോവും. അതെ അതെ. ഏത് ജോത്സ്യരെ ഹേമേനെ കണ്ടത്? ശാന്തപ്പം പണ്ട് ചാരുമോളുടെ ജാതകം മാറ്റി എഴുതിച്ചില്ലേ, അയാളാണോ? ദേ മാഷെ, കളിയാക്കല്ലേ. എന്റെ മോന്റെ യോഗം തെളിയുന്നതേ ഇവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണുമൂല. എനിക്ക് വരാൻ പോകുന്ന മരുമകളെ ഈ നാടിനെ അടക്കി വാഴാൻ കഴിവുള്ളവളായിരിക്കും. അങ്ങനെയുള്ള പെണ്ണിന്റെ ജാതകം കാരണം എന്റെ മോനും ഉന്നതിയിലെത്തുന്നാ പറഞ്ഞത്. ആ പെണ്ണ് ഇവനെ തേടി ഇങ്ങോട്ട് വരുമെന്ന് ആ ജോത്സ്യം പറഞ്ഞു. നീ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോ ഒരു കാര്യം വ്യക്തമായി. ജ്യോത്സ്യവും ജാതകവും എന്താണെന്നറിയാത്ത ഏതൊരു ഫ്രോഡിനാ നീ പോയി കണ്ടിരിക്കുന്നത്. നിന്റെ കയ്യിൽ നിന്ന് കാശ് പിടുങ്ങിയെടുക്കാൻ നല്ലോണം അങ്ങ് പൊലിപ്പിച്ചും സുഖിപ്പിച്ചും പറഞ്ഞു. അത് വിശ്വസിച്ച് നീ ഇവിടെ വന്ന് തുള്ളിച്ചാടി ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുന്നു. ഇവന്റെ ജാതകം നോക്കാതെ തന്നെ ഇവന്റെ ഭാവി ഞാൻ പറയാം. ഒരു പണിക്കും പോവാതെ കണ്ടവനെ പറ്റിച്ച് തിന്നും സ്വന്തം കുടുംബത്തിന് വരെ ശല്യവും സമാധാനക്കേടായും ജീവിച്ചു. നാണമില്ലാതെ വലിഞ്ഞു കയറി വന്ന് 4 നേരം ഉണ്ടും ഉറങ്ങിയും കഴിയുന്ന പാഴ് ജന്മം. ഇതാണ് ഇവന്റെ ജാതകം.
ഇവനാ കല്യാണം. പെണ്ണ് ഇവനെ തേടി വരുമെന്ന്. ഏത് ഗതികെട്ടവളാണോ ആവോ. ഹലോ മാഷേ, കാണാൻ പോകുന്ന കാര്യം പറഞ്ഞറിയിക്കണോ? എന്റെ അമ്മയുടെ വാക്ക് വാക്കാ. പറഞ്ഞതുപോലെ നടത്തിയിരിക്കും. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടാ എന്റെ മാഷിന്. ഞാനിപ്പൊ പറഞ്ഞതെല്ലാം ഒരു വരി മാറാതെ നടന്നിരിക്കും. നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്ന പെണ്ണിനെ കണ്ട് ഈ മാഷ് മാത്രല്ല, ഈ നിൽക്കുന്നതുങ്ങളും നാടും നാട്ടുകാരും ഒക്കെ നിന്റെ മുന്നിൽ വാ പൊത്തി അത്ഭുതത്തോടെ നോക്കി നിൽക്കോടാ. ഇത് നടന്നില്ലെങ്കിൽ എന്റെ പേര് ഹേമലത എന്നല്ല, ഇതെന്റെ ശബദ. ഓ, നീ വാടാ. ഒരു കിണ്ണത്തപ്പം കഴിച്ചിട്ട് പോ. എന്തിനാ ബാലമാമി വെറുതെ? ചുമ്മാ, നമ്മളിവിടെ തന്നെ ഉണ്ടല്ലോ, കാണാനേ. ആകാശിനോടും ചാരുവിനോടും പ്രതികാരം ചെയ്യണമെങ്കിൽ നീ ആ വീട്ടിൽ ചെന്ന് കയറണം. നിനക്കാ വീട്ടിൽ ചെന്ന് കയറാനുള്ള ഒരേ ഒരു മാർഗം അരവിന്ദ. ആകാശിന്റെ ചേട്ടന്റെ ഭാര്യയായി നീ ചെന്ന് കയറണം ആയിരപ്പറയിൽ. നീ അവിടുത്തെ മൂത്ത മരുമകളാവണം. ആ വീടിന്റെ താക്കോൽ കൂട്ടം നിന്റെ കയ്യിൽ തരും ഹേമ. ആ താക്കോൽ കൂട്ടം നിന്റെ കയ്യിലെത്തിയാൽ ആ വീടിന്റെ അധികാരം നിനക്കായിരിക്കും. ആകാശനെ മാത്രമല്ല, ചാരുവിനെയും അവളുടെ ബാലമ്മാമനെയും നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ വീട്ടിലെ ആരെ വേദനിപ്പിച്ചാലും ആകാശനും ചാരുവിനും നോവും.